നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, കേരളത്തിൽ മഴ തുടങ്ങുമ്പോൾ ദുരന്തം എന്തുകൊണ്ട് ആവർത്തിക്കുന്നെന്നു? മഴക്കാലം ഒരു കാലത്ത് കേരളത്തിന്റെ ജീവനാഡിയായിരുന്നു. കാർഷിക മേഖലയ്ക്കും ജലലഭ്യതയ്ക്കും അത്യന്താപേക്ഷിതം. എന്നാൽ സമീപകാലങ്ങളിൽ മഴക്കാലം കേരളത്തിന് തുടർച്ചയായ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. കാലവർഷം ശക്തമാകുന്നതിനു മുൻപുതന്നെ ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, ജീവഹാനി തുടങ്ങിയ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഓരോ മഴക്കാലവും കേരളത്തിന് ഇത്രയധികം വെല്ലുവിളിയാകുന്നത്? ഈ പ്രതിഭാസം ആവർത്തിക്കുന്നത് എന്തുകൊണ്ട്? ഓരോ മഴക്കാലത്തിനു മുൻപും എല്ലാ മലയാളികളും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. അതായത്, ഈ ദുരന്തങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് കനത്ത മഴയുടെ തീവ്രതയാണ്. സാധാരണ മഴയിൽ നിന്ന് വ്യത്യസ്തമായി ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ വലിയ അളവിൽ മഴ പെയ്യുന്നു. ഇത്രയധികം വെള്ളത്തെ ഉൾക്കൊള്ളാൻ നദികൾക്കോ മണ്ണിലെ സ്വാഭാവിക നീർവാർച്ചാ സംവിധാനങ്ങൾക്കോ നഗരങ്ങളിലെ ഡ്രൈനേജുകൾക്കോ കഴിയാതെ വരുന്നു. ഇത് അതിവേഗം വെള്ളപ്പൊക്കങ്ങളിലേക്ക് നയിക്കുന്നു. ഈ പ്രതിസന്ധിക്ക് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം കേരളത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. പശ്ചിമഘട്ടത്തിലെ മലനിരകൾ സ്വാഭാവികമായും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. കുറഞ്ഞ സമയം കൊണ്ട് ശക്തമായ മഴ ലഭിക്കുമ്പോൾ ഈ മലഞ്ചെരിവുകളിൽ നിന്ന് വെള്ളവും മണ്ണും അതിവേഗം താഴേക്ക് ഒഴുകിയിറങ്ങുന്നു. ഇതാണ് ഉരുൾപൊട്ടലുകളുടെ പ്രധാന കാരണം. അടുത്ത കാരണം അശാസ്ത്രീയ നിർമ്മാണം, ഖനനം, വനനശീകരണം. ഇവയോടൊപ്പം മനുഷ്യന്റെ ഇടപെടലുകൾ ഈ ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. മലകളിലും ചരിഞ്ഞ പ്രദേശങ്ങളിലും അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണങ്ങൾ, റോഡുകൾ വെട്ടൽ, ലൈസൻസില്ലാത്ത ക്വാറികൾ വഴിയുള്ള ഖനനം എന്നിവ വ്യാപകമാണ്. കൂടാതെ മരങ്ങൾ മുറിച്ചുമാറ്റുന്നത് മണ്ണിനെ പിടിച്ചു നിർത്തുന്ന വേരുകളുടെ സ്വാഭാവിക വലയം ഇല്ലാതാക്കുന്നു. ഇത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും വഴിയൊരുക്കുന്നു. മറ്റൊരു നിർണായകമായ ഘടകം നഗരങ്ങളിലെ ഡ്രെയിനേജ് പ്രശ്നങ്ങളും ജലപാതകളുടെ തടസ്സങ്ങളുമാണ്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ വെള്ളപ്പൊക്കം ഒരു പതിവ് കാഴ്ചയാണ്. ഇവിടെ വെള്ളമൊഴുകിപ്പോകാൻ വേണ്ടത്ര ഡ്രെയിനേജ് സംവിധാനങ്ങളില്ല. നദികളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയും പഴയ പാടശേഖരങ്ങളും നീർത്തടങ്ങളും നികത്തി കോൺക്രീറ്റ് ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും നിർമ്മിച്ചതും ഈ പ്രശ്നം രൂക്ഷമാക്കി. ഇത് മഴവെള്ളത്തിന് ഒഴുകിപ്പോകാൻ വഴികളില്ലാതെയാക്കുന്നു. ഇവയെല്ലാം കൂടാതെ ഡാമുകളുടെയും നദികളുടെയും നിലവിലെ പുനരാസൂത്രണവും ദുരന്തങ്ങൾക്ക് കാരണമാകാം. മഴ തുടരുമ്പോൾ ഡാമുകൾ അതിവേഗം നിറയുന്നു. എന്നാൽ ഡാമുകൾ തുറന്നുവിടുന്നതിലുള്ള ആശയവിനിമയത്തിലെ പാളിച്ചകളോ പെട്ടെന്നുള്ള ജലം തുറന്നുവിടലോ താഴെത്തട്ടിലുള്ള പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കുന്നു. നദികളുടെ സ്വാഭാവിക പാതകളിലും ജലസംഭരണ ശേഷിയിലും വന്ന മാറ്റങ്ങളും ഇതിനൊരു കാരണമാണ്. ഒടുവിലായി ആഗോള കാലാവസ്ഥാ വ്യതിയാനം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാവുന്നു. അതായത്, ഈ വ്യതിയാനം മഴയുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചു. ഒരു കാലത്ത് പ്രവചിക്കാവുന്ന രീതിയിൽ പെയ്തിരുന്ന മഴ ഇന്ന് അനിയന്ത്രിതവും അപ്രതീക്ഷിതവുമായി മാറിയിരിക്കുന്നു. ചിലപ്പോൾ കഠിനമായ അതിതീവ്ര മഴയും മറ്റു ചിലപ്പോൾ വരൾച്ചയും അനുഭവപ്പെടുന്നു. ഇത് കേരളത്തെ കൂടുതൽ ദുർബലമാക്കുന്നു. ഈ പ്രതിസന്ധിക്ക് പരിഹാരമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. മലയോര മേഖലകളിൽ നിർമ്മാണങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അനുമതിയില്ലാത്ത ഖനനം പൂർണ്ണമായും നിരോധിക്കണം. വനനഷ്ടം നികത്താൻ പുനർവനവൽക്കരണ പദ്ധതികൾ ശക്തമാക്കണം. നഗരാസൂത്രണത്തിൽ പ്രകൃതിയുടെ സ്വാഭാവിക ജലനിർഗമന മാർഗങ്ങളെയും നീർത്തടങ്ങളെയും സംരക്ഷിക്കാൻ മുൻഗണന നൽകണം. കൂടാതെ പ്രാദേശിക തലത്തിൽ ദുരന്ത നിവാരണത്തിനുള്ള പരിശീലനങ്ങളും മുന്നൊരുക്കങ്ങളും അനിവാര്യമാണ്. ഈ നടപടികൾ ഒറ്റയ്ക്കുകൊണ്ട് മാത്രമെല്ലാം നേരെ ആവണമെന്നില്ല. പക്ഷേ ഇവയെല്ലാം ശാസ്ത്രീയമായി ഒത്തുചേരുമ്പോൾ മഴക്കാലത്തെ സുരക്ഷിതമായി നേരിടാൻ നമുക്ക് സാധിക്കും. മഴയെ ഒരു വെല്ലുവിളിയായി കാണുന്നതിന് പകരം ശാസ്ത്രീയമായ ആസൂത്രണത്തിലൂടെയും പ്രകൃതിയോട് ഇണങ്ങിയുള്ള സമീപനത്തിലൂടെയും അതിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഈ മഴക്കാലം നമുക്കൊരു വലിയ മുന്നറിയിപ്പാണ്. കൃത്യമായ ആസൂത്രണവും പ്രവർത്തനവും ആരംഭിച്ചാൽ ഭാവിയിലെ ദുരന്തങ്ങൾ ഒഴിവാക്കാം. ഇങ്ങനെയുള്ള രസകരമായ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.